Hello, good morning. Good morning. Morning. Good morning. Good morning. Good morning, ma'am. Yes, start ചെയ്താലോ? Okay, Yes, good ma'am. morning once again. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചധികം പേരൊക്കെ വരാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓൾറെഡി 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. So in the last class we were studying about the methods of grievance resolution. അല്ലേ? കുറച്ചൊക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല. ഇത്തിരി സൗണ്ട് ഒക്കെ വന്നു. ഓക്കെ, എന്തായാലും ഈ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാറില്ല. പിന്നെ നമ്മളാന്ന് വെച്ചാൽ ഈ സൗണ്ട് വയലനാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. അപ്പൊ ഒച്ചയിട്ടാകുമ്പോ അതിന് റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നൊന്നും മാറില്ല. അത് മാറിയിട്ട് ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചാലും നടക്കില്ല. സോ എന്തായാലും നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യുന്നതിന് നിൽക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ്. ഹൗ ടു റിസോൾവ് ഗ്രീവൻസ്, എങ്ങനെ നമുക്ക് ഗ്രീവൻസിലേക്ക് പരിഹരിക്കാം, അതിന്റെ ചില മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് മെത്തേഡിലൂടെ എന്ത് ചെയ്യാം, അതായത് ഇരുന്ന് സംസാരിച്ച് അവരുടെ കാര്യം എന്താണെന്നൊക്കെ എല്ലാ എംപ്ലോയീസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ അവർ തന്നെ ഡിസ്കസ് ചെയ്തോ, അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് മാനേജ്മെന്റിന്റെ സഹായം കൂടി തേടിയോ, ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. ഓക്കെ, അതങ്ങനെ പഠിച്ചു വെക്കാം. നിങ്ങൾ അത് അറിഞ്ഞിരിക്കുക, എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ഗ്രീവൻസ് റെസൊല്യൂഷന്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അവോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും വേണം. കളക്റ്റീവ് ബാർഗെയിനിങ്, ദെൻ മീഡിയേഷൻ ആണ്. വിത്തൗട്ട് ഇന്റർഫിയറിംഗ് എനി മീഡിയേറ്റർ or arbitration from outside, ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഇന്റർമീഡിയറിയുടെ ഒരു ആർബിട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ എന്താ പറയാ പരിഹരിക്കാൻ വേണ്ടി ആരെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇടനിലക്കാരായിട്ട് നിർത്തും അല്ലെ. അവരുടെ ഒന്നും സഹായമില്ലാതെ, അവരെ ഒന്നും പങ്കുകൊള്ളിക്കാതെ എന്ത് ചെയ്യുന്നു, ഒരു വോളണ്ടറി മെത്തേഡ് ഓഫ് ഹാൻഡ്ലിംഗ് ഗ്രീവൻസ് ആണ്. അതായത് നമുക്ക് ഓർഗനൈസേഷൻ അകത്ത് വെച്ച് തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള പരിഹാരം അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പരിഹാരം അവർ തന്നെ ഒരു ഡിസിഷൻ എടുത്ത്, മറ്റേതും രണ്ടൊന്നും തന്നെയല്ല കേട്ടോ. അതായത് മറ്റേത് ചെറിയ ഇഷ്യൂസ് ആണ്. ചെറിയ എംപ്ലോയീസിന് എന്താ പറയാ കോമൺലി ഉണ്ടാകാവുന്ന ചില ഇഷ്യൂസ് ഒക്കെ അവർ തന്നെ എംപ്ലോയീസ് തന്നെ വേണമെങ്കിൽ മാത്രമേ മാനേജ്മെന്റിന്റെ സഹായം തേടുന്നുള്ളൂ. അതല്ലെങ്കിൽ അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു. കംപ്ലൈന്റുകൾ അവർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, ഏതെങ്കിലും ചെറിയ കാര്യത്തെ കുറിച്ച് അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല, സോ അവരെല്ലാം തീരുമാനിച്ച് എന്താണ് അതിനൊരു പോംവഴി, അവർ തന്നെ ഡിസിഷൻ കണ്ടെത്തി അത് എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. Otherwise, it may be in the form of mediation. Mediation form എന്ന് പറയുമ്പോൾ ഇതും ഒരു വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് തന്നെയാണ്. ഓർഗനൈസേഷന്റെ അകത്ത് എല്ലാവരും കൂടി സ്വമേധയാ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മള് സാധാരണ എല്ലാവരും എംപ്ലോയീസ് തന്നെ എന്താ പറയാ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ അവർക്കത് പരിഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ അവരെന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ഫോർമൽ രീതിയിൽ, കുറച്ചുകൂടി ഒഫീഷ്യൽ ആയ രീതിയിൽ, ഒഫീഷ്യൽ മാറ്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ പല രീതിയിലും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി എന്ത് ചെയ്യുന്നു, അവരത് പരിഹരിക്കുന്നു. അതാണ് മീഡിയേഷൻ. അവിടെ ഇറ്റ് ഈസ് യൂസ്ഡ്, അതായത് നമ്മൾ മറ്റേതെങ്കിലും ഒരു ഇന്റർമീഡിയറിനെ ഓപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നുവെച്ചാൽ ഇത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് മാത്രം പറ്റില്ല. We should include some intermediary or any arbitrator. ഒരു വ്യവഹാരം ഇതിനെ എന്താ പറയാ പരിഹരിക്കാനായിട്ട് നിലക്കാനായിട്ട് ഒരാളെ വേണം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു
പ്രൊസീജിയർ ആണ് ഈ ഒരു ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് വന്നത് മീഡിയേഷൻ. മനസ്സിലായോ? അതാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. തേർഡ് വൺ ഈസ് കോൺസിലിയേഷൻ. കോൺസിലിയേഷൻ എന്ന് പറയുന്നതിന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സർവീസ് ഓർ ദ പ്രാക്ടീസ് ബൈ വിച്ച് ദ സർവീസസ് ഓഫ് എ ന്യൂട്രൽ തേർഡ് പാർട്ടി. ആ വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ കോൺസിലിയേഷൻ എന്താണെന്നതിന്റെ ഡെഫിനിഷനിൽ അത് ചോദിക്കും. അക്കോർഡിംഗ് ടു ഡാഷ് കോൺസിലിയേഷൻ ഈസ് ദ പ്രാക്ടീസ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡാഷ് ഈസ് ദ പ്രാക്ടീസ് ബൈ വിച്ച് സർവീസസ് is used by a neutral third party. കണ്ടോ, ഇങ്ങനെ ഒരാളുടെ സേവനം കൂടി ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പുറത്തോ ഇപ്പുറത്തോ എന്താ പറയാ പാർട്ടീസിന്റെ ഇപ്പൊ എംപ്ലോയീസിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് when it is discussed, അത് മാനേജ്മെന്റുമായി ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റിയില്ല എങ്കിൽ they might include some neutral third party. ഒരു വേറൊരു തേർഡ് പാർട്ടിനെ ചിലപ്പോൾ വിതിൻ ഓർഗനൈസേഷനിലെ വല്ല അഡ്വൈസേഴ്സ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരാളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തും. സോ ദാറ്റ് അങ്ങനെ വരുമ്പോൾ ഈ ന്യൂട്രൽ തേർഡ് പാർട്ടി അത് ആർക്കെങ്കിലും എന്താ പറയാ ഫേവറബിൾ ആയിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യാതെ, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുകയോ എംപ്ലോയീസിന് വേണ്ടി സംസാരിക്കുകയോ അവർ സപ്പോർട്ട് ചെയ്യാതെ വാട്ട് എവർ ഇറ്റ്സ് ദെയർ റീസൺ ഈസ്, അവരുടെ കാര്യങ്ങൾ എന്താണ്, അവരുടെ എന്താ പറയാ ഈ ഒരു ഡിസാറ്റിസ്ഫാക്ഷന്റെ കോസ് എന്താണ്, കാരണം എന്താണെന്നൊക്കെ അന്വേഷിച്ച് ഇത് ഒക്കെ പഠിച്ച് എന്താ പറയാ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരാളെ ചേർക്കുക. മനസ്സിലായോ? ചിലപ്പോ അതൊരു ഫേം ആയിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളെയും കൂടി ചേർത്തിട്ട് അവർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അത് അവരുടെ ഇറ്റ് വിൽ ബി ഡൺ ത്രൂ ഓർഡർലി ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ആയിരിക്കും ഈ ഒരു തീരുമാനത്തിലെത്താം. സോ ദാറ്റ് തീരുമാനം വിൽ ബി ആ ഒരു ഡിസിഷൻ വിൽ ബി അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് ഓഫ് ദ കോൺസിലിയേറ്റർ. ആരാണ് ആ കോൺസിലിയേറ്റർ ആയിട്ട് അവിടെ വന്നത്? കോൺസിലിയേറ്റർ മീൻസ് ആ ഇന്റർമീഡിയറി, ആ ന്യൂട്രൽ തേർഡ് പാർട്ടി ആരാണ് വന്നത്? അവരുടെ ഗൈഡൻസിലായിരിക്കാം അതിനൊരു പരിഹാരം കൊടുക്കുക. ഇതാണ് കോൺസിലിയേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു. എംപ്ലോയീസിന് അത് പരിഹരിച്ച് കിട്ടണം. ഇപ്പൊ മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ആൻഡ് അവരേതെങ്കിലും തരത്തിലുള്ള അതിനുള്ള സൊല്യൂഷൻ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവർ എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് കോൺസിലിയേറ്റേഴ്സിനെ കൊണ്ടുവരികയാണ്. അപ്പൊ കോൺസിലിയേറ്റേഴ്സ് ബോത്ത് പാർട്ടീസിന്റെ ഭാഗം കേൾക്കണം. എംപ്ലോയീസിന്റെ ഭാഗത്ത് അവർക്ക് എന്താ പറയാനുള്ള അവരെയും കേൾക്കണം. ആൻഡ് ഓൾസോ ഫ്രം ദ പാർട്ട് ഓഫ് മാനേജ്മെന്റിന് അതിനെന്താ കാര്യങ്ങൾ ഉള്ളത് പറയാനായിട്ട് അതും കേൾക്കണം. ആൻഡ് ഇത് രണ്ടും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ദ കോൺസിലിയേറ്റർ ഹാവ് ടു മേക്ക് സം ഡിസിഷൻ അക്കോർഡിംഗ് ടു ഹിസ് ഓൺ ഗൈഡൻസ്. തന്റെ തന്നെ നേതൃത്വത്തിൽ അതിനൊരു ഡിസിഷൻ തീരുമാനിച്ച് എടുക്കണം എന്നാണ് പറയുക. മനസ്സിലായോ? കോൺസിലിയേഷൻ മനസ്സിലായോ? ഒന്നാമത്തെ രണ്ടാമത്തെ പോലെയല്ല, ഇവിടെ ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടീനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ ഈ ഒരു എന്താ പറയാ മെത്തേഡിന്റെ ദിസ് കോൺസിലിയേഷൻ എന്ന് പറയുന്ന മെത്തേഡിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഇത് ലക്ഷ്യം എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ഓർ ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട്സ് ആസ് സൂൺ ആസ് പോസിബിൾ. അവിടെ ഉണ്ടാകുന്ന ഈ പറയുന്ന എംപ്ലോയീസ് മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. കുറയ്ക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇറ്റ് മേ ലീഡ് ടു ലോക്ക്ഔട്ട്, സ്ട്രൈക്സ് ഓർ ഓൾസോ അങ്ങനെയുള്ള കാര്യങ്ങൾ. കുറച്ച് നീണ്ട സ്ട്രൈക്ക് ഒക്കെ വരും. ആ സ്ട്രൈക്കിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാനോ സ്ട്രൈക്സിനെ ഇല്ലാതാക്കാനോ ലോക്ക്ഔട്ട്സ് ഒക്കെ ഇല്ലാതാക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസിലിയേഷൻ മെത്തേഡിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. അതിന്റെ നെസസിറ്റി അതാണ്. മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ എംപ്ലോയീസ് ഇങ്ങനെ പരസ്പരം അവർക്കുണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാൻഡിൽഡ് ആസ് ഏർലി ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് അതിനായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഇതിങ്ങനെ അവിടെ കിടന്ന അവസാനം എംപ്ലോയീസ് എല്ലാവരും കൂട്ടം കൂടി ചേർന്ന് സമരത്തിൽ പോകും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യാതെ ലോക്ക്ഔട്ട് ആയിട്ടിരിക്കും. എന്ത് പണി ചെയ്യുന്നില്ല, സ്ട്രൈക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? മറ്റുള്ളവരെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു സ്ട്രൈക്കിന്റെ ആ കാഠിന്യം അതൊക്കെ അവർ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സോ ആസ് സൂൺ ആസ് പോസിബിൾ എന്താ പറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇഫ് ദ മാനേജ്മെന്റ് കനോട്ട് കൺട്രോൾ ഇറ്റ്, മാനേജ്മെന്റിന് അവരുടെ രീതിയിൽ അവരുടെ നിയന്ത്രണത്തിന്റെ രീതിയിൽ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ ദേ ഹാവ് ടു അഡോപ്റ്റ് ദിസ് മെത്തേഡ്. ഈ ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മെത്തേഡാണ് ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അതിന്റെ എന്താണെന്ന് മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായോ?
ആരും മിണ്ടുന്നില്ലല്ലോ, ആകെ വളരെ കുറച്ച് പേരുള്ളൂ. ഒരു തമ്പോ അല്ലെങ്കിൽ മനസ്സിലായില്ല എങ്കിൽ ഇല്ലെങ്കിലോ എന്തെങ്കിലും പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഓ യെസ്, അവിടെ കാണാൻ പറ്റുള്ള പിള്ളേരെ അതുകൊണ്ടാ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നവരുടെ തമ്പാണ് നോക്കണേ. അപ്പൊ ആ പോയിന്റിലില്ലേ, ആ കോൺസിലിയേഷൻ അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തുടങ്ങുന്ന അത് മുഴുവൻ അങ്ങോട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഡെഫിനിഷൻ അല്ലട്ടോ നമുക്ക് ചോദിക്കാം. നമുക്ക് അത് എന്തിനെ സംബന്ധിക്കുന്ന ഡെഫിനിഷൻ ആണ് എന്നെങ്കിലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഫുൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. സെക്കൻഡ് പാരഗ്രാഫിലെ ആ പോയിന്റിൽ സെക്കൻഡ് ഒരു പാരഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു സെന്റൻസ്, ദ മെയിൻ മോട്ടീവ് ഓഫ് ദിസ് മെത്തേഡ്. ഈ ദിസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർത്തേക്കണം, അത് കോൺസിലിയേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. The main method of conciliation, the main motive of conciliation is to resolve the disputes as soon as possible in order to avoid lockouts, strikes, or to reduce the length or duration of strikes. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോട്ടെ ഞാൻ. ആർബിട്രേഷൻ. Yes, another method for resolving or handling grievance. ഇനി ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. എന്താ ആർബിട്രേഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് ഓൾസോ ഇവിടെയും ഇൻ ദിസ് മെത്തേഡ് ഓൾസോ എ തേർഡ് പാർട്ടി ആൻഡ് ബയാസ്ഡ് തേർഡ് പാർട്ടി വിൽ ബി ഇൻക്ലൂഡഡ്. വേറെ ഒരു തേർഡ് പാർട്ടിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ പരിഹരിക്കുന്ന രീതിയാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ when the employees and also the management have some misunderstanding and also the employees are dissatisfied about their work or the working condition in the organization, they might have some complaints. Organization working situations അവർക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എംപ്ലോയീസിന് എന്തുണ്ടാകും? കംപ്ലൈന്റുകൾ ഉണ്ടാകും. അത് മാനേജ്മെന്റിനെ അവര് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെന്റിന് അത്തരം സിറ്റുവേഷന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഹൗ ടു ഡീൽ വിത്ത്, ഹൗ ക്യാൻ ബി റെഡ്യൂസ് ദിസ് ഗ്രീവൻസ്, ഈ ഗ്രീവൻസിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, ഹൗ ടു അവോയ്ഡ് ഇറ്റ്, എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന പരിഹാരം അവർക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഇൻ സച്ച് സിറ്റുവേഷൻ ദേ ക്യാൻ ഓൾസോ ഇൻവോൾവ് സം ആർബിട്രേഷൻ പ്രോസസ്. ഇവിടെ നമുക്ക് ഒരു തേർഡ് പാർട്ടിയെ ഉപയോഗിച്ച് ആർബിട്രേഷൻ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. ബൈ ഇംപാർഷ്യൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇംപാർഷ്യൽ എന്താ? വിതൗട്ട് എനി പാർഷ്യാലിറ്റി, അതായത് ആരോടും പക്ഷപാതം ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കാം. എംപ്ലോയീസിന്റെ ഭാഗത്തൊന്നും തേർഡ് പാർട്ടി സംസാരിക്കാൻ പാടില്ല. എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാമോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിനൊരു സൊല്യൂഷൻ പാടില്ല. മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സൊല്യൂഷൻ പാടില്ല. സോ അവിടെ കൊടുക്കുന്ന സൊല്യൂഷൻ ഇംപാർഷ്യൽ ആയിരിക്കും. ആ തേർഡ് പാർട്ടിനെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ തേർഡ് പാർട്ടി ക്യാൻ സ്റ്റഡി, അവരുടെ ആ പ്രശ്നങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തി എന്താണ് അതിന് പറ്റിയ ഒരു എന്താ പറയാ ഒരു തീരുമാനം, ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുകയെന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ആർബിട്രേഷൻ പ്രൊസീജിയർ നടത്തുന്നത്. ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ ആർബിട്രേഷൻ പ്രോസസ്സിനെ നോക്കുമ്പോൾ നമ്മൾ ഒരു കോർട്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തരുതെന്നാ പറഞ്ഞേക്കണേ. ഇപ്പൊ ചില കേസുകളൊക്കെ ഉണ്ടല്ലോ കോടതിയിലേക്ക് പോകും. അങ്ങനെ ഒരു കോടതി ബന്ധിതമായ ഒരു പ്രശ്നപരിഹാരമല്ല എന്ന് മനസ്സിലായോ? ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അപ് ടു ദ ഫോർമൽ കോർട്ട് സിസ്റ്റം. കോർട്ട് സിസ്റ്റത്തെ ഉൾപ്പെടുത്തുന്ന ഒരു ആർബിട്രേഷൻ അല്ല. ചില പ്രശ്നങ്ങൾ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ എംപ്ലോയീസ് മേ സ്യൂട്ട് കേസ് അഗേൻസ്റ്റ് ദ മാനേജ്മെന്റിനെതിരായിട്ട് ചിലപ്പോൾ കേസൊക്കെ ഫയൽ ചെയ്യും. അപ്പൊ കോടതി ഇടപെടും. ആ കോടതി ഇടപെട്ടിട്ടുള്ള വ്യവഹാരമല്ല ആർബിട്രേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി, മനസ്സിലായി? ഇന്റർഫിയറൻസ് ഓഫ് എനി തേർഡ് പാർട്ടി വിത്ത് ഫോർ ഗിവിംഗ് ഇംപാർഷ്യൽ സൊല്യൂഷൻ. പക്ഷപാതരഹിതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി തേർഡ് പാർട്ടിനെ ഉൾപ്പെടുത്തുന്നു. സോ ദാറ്റ് തേർഡ് പാർട്ടി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് ദ എംപ്ലോയീസ് ഓർ ദെയർ കംപ്ലൈന്റ്സ് ഓർ ദെയർ റീസൺ ഫോർ ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓൾസോ ദേ ക്യാൻ മേക്ക് സം സൊല്യൂഷൻ ആഫ്റ്റർ സ്റ്റഡിങ് ദിസ്. അവരുടെ കേസുകൾ പഠിച്ച് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നു. അന്നേരം കൊടുക്കുന്ന സൊല്യൂഷൻ ഇംപാർഷ്യൽ സൊല്യൂഷൻ ആയിരിക്കും അവര് ആർബിട്രറി പ്രോസസ്സിൽ കൊടുക്കാൻ തേർഡ് പാർട്ടി. ക്ലിയർ ആണോ? മനസ്സിലായോ? കോൺസിലിയേഷനും ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ആർബിട്രേഷൻ. ആർബിട്രേഷൻ തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആർബിട്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഈസ് ദ പ്രോസസ്, ദിസ് പ്രോസസ് എന്ന് പറഞ്ഞെല്ലാം തുടങ്ങേണ്ടത് ആർബിട്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എന്ന് തുടങ്ങി ഇംപാർഷ്യൽ സൊല്യൂഷൻ വരെ. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും ആർബിട്രേഷൻ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ദ ഫോർമൽ കോർട്ട് സിസ്റ്റം. കോർട്ട് സിസ്റ്റവുമായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കരുതെന്ന്. ആർബിട്രേഷൻ പ്രോസസ്സിൽ ദേ ആർ നോട്ട് ഇന്റർഫിയറിംഗ് കോർട്ട്. 'കോർട്ടിനെ ഉൾപ്പെടുത്തുന്നില്ല അവിടെ. ഇന്റർഫിയറൻസ് കോർട്ടിന് ഇല്ല.
മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? Okay. Then the last one, adjudication ആണ്. അവസാനത്തെ method of handling grievance ആണ് adjudication. In this method, again the third party will be interfered or involved. ഇവിടെയും നമ്മൾ ഒരു third partyനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ the third party will be employed by the government and also the decisions will be binding. Binding means കൃത്യമായ തീരുമാനങ്ങൾ ഗവൺമെന്റുമായിട്ട് ഒത്തുചേർന്നിട്ടുള്ള. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഒരു കോടതിയുടെ ഒരു എന്താ പറയാ ഒരു ഇതും കൂടി ഉണ്ട്. മനസ്സിലായോ? കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഗവൺമെന്റിന്റെ ജോലിക്കാരായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. മീൻസ് കോർട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ ഈ ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗിൽ വരിക. അപ്പൊ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഗവൺമെന്റിന്റെയും കൂടി ആ ഒരു ഇതും കൂടി കണക്കിലെടുത്തിട്ട് അല്ലെങ്കിൽ നിയമങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആയിരിക്കും കൊടുക്കുക. ഗവൺമെന്റിന്റെ റെഫറൻസിലും കൂടി അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അഡ്ജുഡിക്കേഷൻ മെത്തേഡിന്റെ പ്രത്യേകത. അപ്പൊ ആർബിട്രേഷനും അഡ്ജുഡിക്കേഷനും ഒന്നു തന്നെയല്ല. തേർഡ് പാർട്ടീനെ വെറുതെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടീനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ആർബിട്രേഷൻ എങ്കിൽ ഇൻ ദിസ് അഡ്ജുഡിക്കേഷനിൽ തേർഡ് പാർട്ടി വിൽ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കുള്ളൂ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ ഉണ്ടാകുക. അവര് അതിനകത്ത് ഇടപെടുന്നു, എന്ത് ചെയ്യുന്നു, വേണ്ട പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതും ഗവൺമെന്റിന്റെ റെഫറൻസിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു പരിഹാരം ഒരു സൊല്യൂഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായ അഡ്ജുഡിക്കേഷൻ? അതും കൂടി ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. Adjudication is the method in which the grievances are resolved by the interference of a third party, but here the third party is employed by the government എന്നുള്ള സെന്റൻസ് ഗവൺമെന്റ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. ഗവൺമെന്റ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലാവാത്തുണ്ടോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. ഇനി ഒരു ഗ്രീവൻസുകൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്ന പ്രൊസീജിയറിന്റെ ഏറ്റവും അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് എസെൻഷ്യൽസ്. ദാറ്റ് മീൻസ് നെസസിറ്റീസ് ഓഫ് ഗ്രീവൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇതുപോലെ എംപ്ലോയീസ് ഹാവ് സം ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്കണ്ടന്റ്മെന്റ്. വാട്ട് ഈസ് ദ റീസൺ? അല്ലെങ്കിൽ വൈ ഈസ് ഇറ്റ് ടു ബി റിസോൾവ്ഡ് ഓർ സോൾവ്ഡ്? എന്തിനാണ് ഇത് പരിഹരിക്കുന്നത്? ഇതിന് പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? തീർച്ചയായിട്ടും അത് പരിഹരിക്കുമ്പോൾ അതിന് വേണ്ട ചില കാര്യങ്ങളും അത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ? അതിന് വേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആക്സെപ്റ്റബിലിറ്റി ആണ്. ആരെ അക്സെപ്റ്റ് ചെയ്യണം? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ among the employees if it occur, it should be discussed among the management, the workers and also the trade union representatives. ഇതിപ്പോ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് എംപ്ലോയീസിന് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം, വർക്കേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം, ആൻഡ് ഓൾസോ ട്രേഡ് യൂണിയൻസ്. ആൻഡ് ഓൾസോ ദ ഡിസിഷൻസ് വിച്ച് ഈസ് ടേക്കൺ ഷുഡ് ബി ആക്സെപ്റ്റബിൾ ബൈ ഈച്ച് ആൻഡ് എവരിവൺ. ഈ പറയുന്ന എല്ലാവരും മാനേജ്മെന്റിനും എംപ്ലോയീസിനും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസിനും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലുള്ള എന്താണ് സൊല്യൂഷൻസ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് അല്ലെ? ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി, അത് മാനേജ്മെന്റിലെത്തി, അത് ഡിസ്കസ് ചെയ്തു, തീരുമാനങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ കുറെ തീരുമാനങ്ങൾ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ അറിയിക്കുന്നു, ആരെ? വർക്കേഴ്സിനെ അറിയിക്കുന്നു, മാനേജ്മെന്റ് അറിയിക്കുന്നു, അതുപോലെ തന്നെ യൂണിയൻസിനെ അറിയിക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുത്തു. ബട്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ദ എംപ്ലോയീസ് അല്ലെങ്കിൽ ബൈ ദ ട്രേഡ് യൂണിയൻസ്, അത് എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ ഒന്നുകൂടി അങ്ങനെ വിശദമായിട്ട് പറയുന്ന സമയത്ത് എംപ്ലോയീസിന് അത് അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ it cannot be adopted. അങ്ങനെ ഒരു കാര്യം പ്രശ്നപരിഹാരത്തിന് എടുക്കാൻ പാടില്ല. കാരണം അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്. ആൻഡ് ഓൾസോ അങ്ങനെയുള്ള ഡിസ്കഷൻസ് ആണ് അവിടെ നടത്തേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഇമ്പോർട്ടന്റ് തിങ് in grievance redressal procedure. Grievance redressal procedure ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് ആക്സെപ്റ്റബിലിറ്റി. എന്തിന്റെ ആക്സെപ്റ്റബിലിറ്റി ആണ്? എന്താണ്? ഡിസിഷൻസ് ഓർ ഡിസ്കഷൻസ്. അവർ ചെയ്യുന്ന ചർച്ചകളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകണം. ക്ലിയർ ആയോ? പറഞ്ഞത് എന്താണ് സെന്റൻസ്? മനസ്സിലായോ? എനിബഡി? മനസ്സിലാത്തവരില്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഇനി അങ്ങനെ അക്സെപ്റ്റബിൾ ആകണമെങ്കിൽ
എംപ്ലോയീസിനും മാനേജ്മെന്റിനും ട്രേഡ് യൂണിയൻസിനും എല്ലാം ആക്സെപ്റ്റബിൾ ആകണമെങ്കിൽ സം ഗൈഡ്ലൈൻസ് ഹാവ് ടു ബി ഫോളോഡ് ബൈ ടേക്കിംഗ് ഡിസിഷൻസ്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ഗൈഡ് ലൈൻ ആയിട്ട് ഓർത്തിരിക്കുക. എന്താണ് ആ ഗൈഡ് ലൈൻസ്? ഒന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് ദ വർക്കേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. എടുക്കുന്ന തീരുമാനങ്ങൾ എന്തുമായിക്കോട്ടെ അത് അവിടെയുള്ള വർക്കേഴ്സിന് ഫേവറബിൾ ആകുന്ന രീതിയിൽ, അവരുടെ ഇക്വാലിറ്റി അല്ലെങ്കിൽ അവരെല്ലാവരെയും ഒരുപോലെ പരിഗണിച്ച് അവർക്ക് നന്മ വരുന്ന രീതിയിലുള്ളതും അതുപോലെ തന്നെ അവർക്ക് ജസ്റ്റിസ് ആയിട്ടുള്ളതും അവർക്ക് ന്യായമായിട്ടുള്ളതുമായിട്ടുള്ള രീതിയിൽ ഡിസ്കഷൻസ് നടത്തണം, ഡിസിഷൻസ് എടുക്കണം. അന്യായമായ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കരുത്. വർക്കേഴ്സിനെ അഗേൻസ്റ്റ് ആയിട്ട് വരുന്ന ചില അനീതി, അന്യായം അല്ലെങ്കിൽ അവർക്ക് അവരുടെ നന്മയ്ക്കായിട്ടുള്ളതല്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് അവർക്ക് ഫേവറബിൾ, അവർക്ക് ഫെയർ ആയിട്ടുള്ളതും അവർക്ക് ജസ്റ്റിസ് ആയിട്ടുള്ളതുമായിട്ടുള്ള തീരുമാനങ്ങൾക്കാണ് മുൻഗണന. അത് ചെയ്യണം. മനസ്സിലായോ? എല്ലാ ഓർഗനൈസേഷനും അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? Second one, managers should must have reasonable commanding power. ഇനി മാനേജ്മെന്റിന് must have reasonable power. അവർ കമാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അധികാരിക, ഒരു എന്താ പറയാ, ആവറേജ് റീസണബിൾ ആയിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള പവർ അവർ ഉപയോഗിക്കുക. എന്ന് വെച്ചാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഹെവി പവർ ഒക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ എംപ്ലോയീസിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടാവില്ല. എംപ്ലോയീസിന് ഇഷ്ടാവോ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെ, ഭയങ്കര എന്താ പറയാ റിജിഡ് ആയിട്ടുള്ള പവർ, ഭയങ്കര എന്താ പറയാ സ്ട്രോങ് പവർ ഉപയോഗിച്ച് എംപ്ലോയീസിൽ എങ്ങനെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം ആൻഡ് യു ഹാവ് ടു ഫോളോ, നിങ്ങളിത് അനുസരിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അടിച്ചേൽപ്പിക്കുന്ന, ഫോഴ്സ്ഫുള്ളി അടിച്ചേൽപ്പിക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ may not be acceptable by the employees. അത് എംപ്ലോയീസിനോ ട്രേഡ് യൂണിയൻസിനോ ചിലപ്പോ അവർക്ക് അക്സെപ്റ്റബിൾ ആകുന്ന നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറയുന്നത് റീസണബിൾ പവർ ഉപയോഗിക്കാം. ഒരു ആവശ്യമുണ്ട് ആവറേജ് പവർ ഉപയോഗിച്ചിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കേണ്ടതും അതനുസരിച്ചാണ് എംപ്ലോയീസിന് അത് ചുമത്തേണ്ടതും. അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ഇഷ്ടാവില്ല എംപ്ലോയീസിന്. എന്താണ് അടുത്തത്? സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ when they are taking any discussions or decisions. എന്തെങ്കിലും ചർച്ചകൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിനകത്ത് ട്രേഡ് യൂണിയൻസിനെ ഉൾപ്പെടുത്താം. യൂണിയൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂണിയൻസ് പോലെയുള്ള റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാകും, എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സ്. പണ്ടത്തെ കാലത്തൊക്കെ ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരുന്നു അല്ലെ? ജോലിക്കാര് ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരെല്ലാവരും കുറച്ച് ആളുകളെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവർ യൂണിയൻ പോലെയൊക്കെ ഫോം ചെയ്യും. എന്നിട്ട് അവരാണ് ആ യൂണിയന്റെ ഹെഡൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് എംപ്ലോയീസിന് വേണ്ടി സംസാരിക്കുക അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം. when they are taking new decisions, new innovations, ഓർഗനൈസേഷനിൽ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് അവരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തീരുമാനങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ വലിയ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ കൊണ്ട് എന്തും ചെയ്യിക്കാം എന്ന് വിചാരിച്ച് കുറെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് മുഴുവൻ അവരിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ it may not be acceptable by them. അല്ലെ? അവരത് സ്വീകരിക്കണം, അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോഴേക്കാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുക. സോ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ പാർട്ടിസിപ്പേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് അവരെ കൂടി ഡിസ്കഷൻസിലും ഡിസിഷൻ മേക്കിങ്ങിലും എന്ന് വെച്ചാൽ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും വേണമെന്നില്ല. ഇവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് കണക്റ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് ആക്സെപ്റ്റബിൾ ആകും. നമ്മളുടെ പ്രതിനിധികളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടല്ലോ, സോ കുഴപ്പമില്ല, അവർ കൂടി പോയിട്ടുണ്ടല്ലേ, ഇതൊക്കെ തീരുമാനിച്ചതാണ്, ഓക്കെ, സോ വിൽ ഫോളോ ഇറ്റ്. അപ്പൊ അവിടെ പ്രശ്നമില്ല. ഓക്കെ, അതല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. സോ ഫസ്റ്റ് എസെൻഷ്യൽ ഓഫ് ഗ്രീവൻസ് റീഡേഴ്സൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിന്റെ ആക്സെപ്റ്റബിലിറ്റി തന്നെയാണ്. കൊണ്ടുവരുന്ന ഡിസിഷൻസ് ഷുഡ് ബി ആക്സെപ്റ്റബിൾ ബൈ ദ മാനേജ്മെന്റ്, ട്രേഡ് യൂണിയൻ ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ് ടുഗദർ. എല്ലാവരും ഒരുമിച്ചാണ് അത് ആക്സെപ്റ്റബിൾ ആക്കേണ്ടത്. ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഗുഡ്, ഫെയർ ആണ്, ജസ്റ്റിസ് ആണ്. മനസ്സിലായി? എല്ലാവർക്കും ന്യായമായിട്ട് നീതിയായിട്ടും തോന്നുന്ന കാര്യമാണ് എന്നാണ് മനസ്സിലാക്കുക. അതേസമയം ഏതെങ്കിലും ഒരാൾ അതിനെ അനുകൂലിക്കുന്നില്ല എങ്കിൽ അത് സ്ഥാനമായിട്ട് അവിടെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ മാറ്റി മറിച്ച് കൊണ്ടുവരേണ്ടി വരും. മനസ്സിലായോ? ആർക്കെങ്കിലും ഇത് സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് മതി, അങ്ങനെ പറ്റില്ല എന്ന്? അത് അടിച്ചേൽപ്പിക്കലാകും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ 3 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3
ആ ബോൾഡ് ആയിരിക്കുന്ന എസെൻഷ്യൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റബിലിറ്റി, പ്രോംപ്റ്റ്നെസ്, ലീഗൽ സാങ്സിറ്റി, സിംപ്ലിസിറ്റി, ട്രെയിനിങ്, ഫോളോ അപ്പ്. 5 6 ആ പോയിന്റ് എല്ലാം ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രം അതുകൂടി നന്നായി പഠിക്കുക. 3 പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തേക്കാം. അക്സെപ്റ്റബിൾ ആകണമെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രോംപ്റ്റ്നെസ്. ഫസ്റ്റ് പോയിന്റ് ആർക്കെങ്കിലും ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ പ്രോംപ്റ്റ്നെസ് ആണ്. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് മീൻസ് പെട്ടെന്ന്, അല്ലെ? പെട്ടെന്ന്, അതായത് പ്രോംപ്റ്റ് ഹാൻഡ്ലിങ്. എന്താണ് പ്രോംപ്റ്റ് ഹാൻഡ്ലിങ് ഓഫ് ഗ്രീവൻസുകളൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തോളണം. വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? പ്രോംപ്റ്റ് ഹാൻഡ്ലസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രീവൻസ് ഹാൻഡിലിംഗിൽ. അതായത് നമുക്കറിയാം, ഏതെങ്കിലും പ്രശ്നങ്ങൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഉദിക്കുമ്പോ അത് നമ്മൾ കണ്ടെത്തിയ അതേ മാത്രയിൽ തന്നെ അത് പരിഹരിക്കാനുള്ള ആക്ഷൻസ് തുടങ്ങിയിരിക്കണം. അതർവൈസ് എന്ത് സംഭവിക്കും? പലതും സംഭവിക്കും. തീരെ കേട്ടത് മനസ്സിലിട്ട് എംപ്ലോയീസ് ഇങ്ങനെ പെരുക്കി ഇറ്റ് വിൽ ബിക്കം എ very big issue. വലിയ ഇഷ്യൂ ആകും. ഇറ്റ് വിൽ ബ്രിങ് നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കുന്ന രീതിയിൽ അതിങ്ങനെ വളരാനൊന്നും അധിക സമയമൊന്നും വേണ്ട, അല്ലെ? മനുഷ്യന്മാരല്ലേ ജോലി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറിയ നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ പടർന്ന് തീ പോലെ പന്തലിക്കും. അപ്പൊ അതിന് ഇടം കൊടുക്കാതിരിക്കാനായിട്ട് എളുപ്പം തന്നെ അതൊക്കെ പരിഹരിക്കണം. പ്രോംപ്റ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ഗ്രീവൻസിലാണ്. ഇനി അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പോയിന്റ്. ഹൗ ക്യാൻ ബി മേക്ക് ഇറ്റ് പ്രോംപ്റ്റ്? എങ്ങനെ നമുക്ക് ഗ്രീവൻസുകളെ പ്രോംപ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഒന്ന്, ഗ്രീവൻസ് ഷുഡ് ബി അഡ്രസ്ഡ് ടു ദ ഇനീഷ്യൽ ലെവൽ. എന്തെങ്കിലും ഗ്രീവൻസ് എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എംപ്ലോയീസ് എന്ത് ചെയ്യണം? അത് എത്തിക്കേണ്ടടുത്ത്, അതായത് മേ ബി ഓതറൈസ്ഡ് അതോറിറ്റീസ്, അതിനുവേണ്ടി അധികാരപ്പെടുത്തിയിരിക്കുന്ന അതോറിറ്റീസ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കമ്മിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. മാനേജ്മെന്റിനെ ആണെങ്കിൽ അവരെ അറിയിക്കുക. എന്തായാലും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കുറെ അങ്ങോട്ട് സൂചിക്ക എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്നത് വരെ വച്ച് നീട്ടരുതെന്ന്, അല്ലെ? നമ്മൾ അങ്ങനെ പറയാറില്ലേ? സൂചിക്ക എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രോവർബാണ്, ഒരു പഴഞ്ചൊല്ലാണ്. അപ്പൊ അതുപോലെ ആക്കരുത്. ഇപ്പൊ ചെറിയ നിസാരമായിരിക്കാം. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇഫ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ കൺസേൺഡ് അതോറിറ്റീസ് ഓർ ദ മാനേജ്മെന്റ്, ഇറ്റ് ക്യാൻ ബി റെഡിലി ഓർ പ്രോംപ്റ്റ്ലി റീഡ്രസ്ഡ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഗ്രീവൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. മൾട്ടിപ്പിൾ അപ്പീൽ ഷുഡ് ബി അവോയ്ഡഡ്. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഗ്രീവൻസ് ഉണ്ടായി, അത് എംപ്ലോയീസിന്റെ പേരിൽ നടത്തിയപ്പോ അത് നമ്മൾ പഠിച്ച് അതിനൊരു റീഡ്രസൽ നടത്തി പരിഹരിച്ചു കഴിഞ്ഞപ്പോ ചിലപ്പോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ബൈ ദ എംപ്ലോയീസ്, ആ പരിഹാര മാർഗം അല്ലെങ്കിൽ ആ പരിഹരിച്ച രീതിയോ അതിനകത്ത് അപാകതകളുണ്ട്, എംപ്ലോയീസിന് അത് സാറ്റിസ്ഫൈഡ് ആയില്ല. സോ ദേ മേ ഗോ ഫോർ അപ്പീൽ. തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അപ്പീൽ പോകും. അപ്പീൽ പോകുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? നിങ്ങളോടല്ലേ പറഞ്ഞത്? കഴിഞ്ഞല്ലേ ആ ഭാഗം? അതെ, കഴിഞ്ഞതല്ലേ? നമ്മളൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ? ഇല്ലേ? കമ്മിറ്റി വേണമെന്നും കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഇത്ര പേര് വേണം, അല്ലെ? മോർ ദാൻ 20 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1ൽ കൂടുതൽ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞില്ല. അത് തന്നെ. അപ്പൊ ഈ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റീസിനെ അറിയിക്കുക. അത് അവർ പരിഹരിച്ചു കഴിഞ്ഞിട്ട് ആ പരിഹാരം കൃത്യമായിട്ട് ചിലപ്പോ അതിനൊരു സൊല്യൂഷൻ ആയില്ല, ചിലപ്പോ എംപ്ലോയീസിന് ചിലപ്പോ അതിൽ കണ്ടന്റ്മെന്റ് കിട്ടിയില്ല, സംതൃപ്തി കിട്ടിയില്ല എന്ന് വിചാരിക്കാം. സോ ദേ മേ ഗോ ഫോർ അപ്പീലിന് പോകും. പക്ഷെ അങ്ങനെ കൂടുതൽ അപ്പീലുകൾ പോകാനുള്ള ഇടം കൊടുക്കാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പീൽ കൊടുക്കാന്ന് നേരത്തെ കമ്മിറ്റിക്ക് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയുന്നു മൾട്ടിപ്പിൾ അപ്പീൽസ് അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്താ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിച്ചോ? എന്തായിരിക്കും കാരണം? ദാറ്റ് മീൻസ് അവിടുത്തെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ഒരു നല്ല പ്രൊസീജിയർ അല്ല, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല അവിടുത്തെ ഗ്രീവൻസിലെ അത്തരം ഓർഗനൈസേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരതിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി അത് പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അപാകത എന്ന് വെച്ചാൽ ആ കമ്മിറ്റിയുടെ എഫിഷ്യൻസി, അവിടുത്തെ ക്വാളിഫിക്കേഷൻ, അവരുടെ പോരായ്മ തന്നെയാണ്. അപ്പൊ കമ്മിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് അതിന് നല്ല പരിഹാരം കണ്ടെത്താൻ പറ്റാതെ. തീർച്ചയായിട്ടും അങ്ങനെ വന്നതുകൊണ്ടാണ് വീണ്ടും അപ്പീൽ പോകേണ്ടി വരുന്നത്. അപ്പൊ നല്ലൊരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയാണ് ഒരു ഓർഗനൈസേഷൻ
ഓർഗനൈസേഷനിൽ വേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വരും, ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കും പ്രശ്നപരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ അത് കൂടുതലും അപ്പീൽസിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ഒരു നല്ല മാർഗമാണ് ഒരു ഷുഡ് ഹാവ് എഫിഷ്യന്റ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ തന്നെ ഉണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ അപ്പീൽസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്താ പറയാ, അവോയ്ഡ് ചെയ്യണമെന്നാണ് രണ്ടാമത്തേത്. സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്സ് അറ്റ് ഈച്ച് ലെവൽ. അപ്പൊ വൈൽ ഹാൻഡ്ലിംഗ് ഗ്രീവൻസുകൾ നമ്മൾ പരിഹരിച്ചു പോകുന്ന സമയത്ത് അപ്പൊ കുറച്ച് ദിവസമൊക്കെ പിടിക്കും. അപ്പൊ അതിനൊരു കൃത്യസമയം നിശ്ചയം ഉണ്ടാവണം. ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ അതിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കണം. ആ ഒരു ഡ്യൂറേഷന് നമ്മൾ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യണം. സ്ട്രിക്റ്റ് ടൈമാണ്. ആ ഒരു ടൈമിനുള്ളിൽ വി ഹാവ് ടു കംപ്ലീറ്റ് ദ പ്രൊസീജിയേഴ്സ്. ആ ഗ്രീവൻസുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളും ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം ആ സമയത്തിനുള്ളിൽ. അല്ലാണ്ട് അവിടെ കിടക്കട്ടെ, ഇന്നിപ്പോ ശരിയായില്ല, ഇനി നാളെ ആവാം, അങ്ങനെ ഇട്ടിട്ടിട്ട് അങ്ങനെ കുറെ നീട്ടി പോയാലും എംപ്ലോയീസിന് ആ പരിഹാരം കിട്ടുന്നത് വരെ അവര് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആണ്. അവരുടെ ജോലിയിൽ അത് പ്രതിഫലിക്കും, എവരിത്തിങ് അല്ലെ. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് കുറയും, പ്രോഫിറ്റബിലിറ്റി കുറയും, ഓർഗനൈസേഷൻ താഴെ പോകും. അങ്ങനെ വരാതിരിക്കാനായിട്ട് എളുപ്പം തന്നെ എന്താ പറയാ, പ്രശ്നം പരിഹരിക്കുക. പ്രശ്ന പരിഹാരത്തിന് കൊടുത്തിരിക്കുന്ന ഓരോ ലെവലിലും കൊടുത്തിരിക്കുന്ന നിശ്ചിത സമയം തന്നെ ഉപയോഗിച്ച് അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഓക്കെ, ഗ്രീവൻസസ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദ കൺസേൺഡ് അതോറിറ്റീസ്. ഏത് ഗ്രീവൻസ് ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദ കൺസേൺഡ് അതോറിറ്റീസ്. ബന്ധപ്പെട്ട അധികാരികളിലേക്ക് അതിന്റെ ഓരോ കാര്യങ്ങളും അറിയിച്ചിരിക്കുക. ഗ്രീവൻസ് എവിടെയാണ് അറിയിക്കേണ്ടത്, ആ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരിൽ തന്നെ അറിയിക്കുക. അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറയാതെ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ things to be done for making prompt redressal of grievance. ഗ്രീവൻസുകളെ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനുള്ള ചില നടപടികളാണ് പറഞ്ഞത്. എന്താ, ഗ്രീവൻസ് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ് ലെവലിൽ തന്നെ അഡ്രസ് ചെയ്തിരിക്കണം. മൾട്ടിപ്പിൾ അപ്പീൽസ് അവോയ്ഡ് ചെയ്തിരിക്കണം. സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. ആ കൊടുത്തിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈമിന് ഉള്ളിൽ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്തിരിക്കണം. ഗ്രീവൻസ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദ കൺസേൺഡ് അതോറിറ്റീസ്. കൃത്യമായിട്ട് അത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഗ്രീവൻസ് അറിയിച്ചിരിക്കണം. ക്ലിയർ ആണോ? 4 പോയിന്റും ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ പ്രോംപ്റ്റ്നെസ്സിലെ. ക്ലിയർ? Then next one, legal sanctity ആണ്. അതായത് while dealing with the grievance, it should also comply with the existing legislations and also the statutory provisions. ഒരു ഓർഗനൈസേഷൻ്റെതായ കുറെ എന്താ പറയാ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളൊക്കെ ഉണ്ട്, നിയമപരമായിട്ടുള്ള ചില വശങ്ങളൊക്കെ ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ കംപ്ലൈ ചെയ്യുന്ന രീതിയിൽ, അത് നിലനിർത്തുന്ന രീതിയിലും, അതോടൊപ്പം തന്നെ ഒരു ഓരോ സ്റ്റേറ്റും അതിൻ്റെതായ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നത്, ആ രീതിയിലും ഒക്കെ വേണം എന്ത് ചെയ്യാൻ, ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കാനായിട്ട്. വെച്ചാൽ സ്റ്റേറ്റിൻ്റെതായ നിയമങ്ങളും അനുശാസിക്കണം, ഓർഗനൈസേഷൻ്റെതായ നിയമങ്ങളും അനുശാസിച്ച് മാത്രമാണ് ആ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ നടത്തേണ്ടത്. അല്ലെങ്കിൽ അത്തരം ഒരു സിസ്റ്റത്തിലാണ് ഗ്രീവൻസ് മെഷീനറി എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ദാറ്റ് മീൻസ് അണ്ടർ ലോ, നിയമപരമായിട്ട് തന്നെ. മനസ്സിലായോ? അല്ലാതെ നിയമപരമല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും പരിഹരിച്ച് വിട്ടാൽ മതി, അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ നിയമം നമ്മൾ നോക്കണ്ട, അങ്ങനെ പാടില്ല. ഗ്രീവൻസ് റീഡ്രസൽ ഉണ്ടെങ്കിൽ ലെജിസ്ലേഷൻസിന്റെ നിയമങ്ങൾ പഠിക്കണം, അനുസരിക്കണം. ആൻഡ് ഓൾസോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെതായ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളും പാലിച്ചു വേണം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഗ്രീവൻസുകളെ റീഡ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കുമ്പോ അപ്പോഴൊക്കെ ഓരോ ഓർഗനൈസേഷന്റെയും ചില സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്, സ്റ്റാൻഡിങ് നിയമങ്ങളുണ്ട്. അതിന്റെ ആ പരിധിയിൽ നിന്നിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പരിധി വിട്ട് പോകാൻ പാടില്ല. മനസ്സിലായല്ലോ? അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? ലീഗൽ, നിയമാനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കണം ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ പരിഹരിക്കേണ്ടത്. ക്ലിയർ ആയോ? അത്ര പറഞ്ഞാൽ മതി. ലീഗൽ സാങ്സിറ്റി. ഓക്കെ, അതിന് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, ആ പോയിന്റ് ഓർത്തിട്ടാൽ മതി. പിന്നെ എങ്ങനെയാ സിംപ്ലിസിറ്റി, അത് വളരെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രീവൻസ് റീഡ്രസലിനകത്ത്. ദാറ്റ് മീൻസ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഷുഡ് ബി ഡൺ ഇൻ ഫ്യൂ സ്റ്റെപ്സ്. വളരെ കുറച്ച് സ്റ്റെപ്പുകൾ, ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരാൻ വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളിലൂടെ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ ദ എംപ്ലോയി ഷുഡ് ബി ഇൻഫോംഡ്.
അക്കോർഡിംഗ് ടു ദെയർ കൺസേൺഡ് ഓഫീസേഴ്സ്. അതായത് ഗ്രീവൻസുകളൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം, അത് ആരൊക്കെ ഏതൊക്കെ ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ആണ് അതിനുമായി ബന്ധപ്പെട്ടത്, ഇത് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി എംപ്ലോയീസിനെ അറിയിച്ചിരിക്കുന്നത്. ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്ന ഓഫീസറിനെയാണ് ഇന്ന ആളുകളെയാണ് കാണേണ്ടത്, അതൊക്കെ അവരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ ചില ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോൾ കണ്ടതില്ലേ, ചില കസ്റ്റമേഴ്സിനെ കാണത്തില്ലേ, ഇതാ ഇവിടുത്തെ ജോലിക്കാര് അതിനവിടെ ആ ഡെസ്കിലാണ് ചെല്ലുന്നത്, അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ അല്ല, അത് അപ്പുറത്തെ കാണിക്കുന്നത് കണ്ടോ, ഒരുപാട് കൊടുത്തിട്ട് നടത്തോട്ടൊക്കെ ഓടിക്കും. കണ്ടിട്ടില്ലേ? നമ്മള് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ചില ഓഫീസസിലൊക്കെ നമ്മൾ ചെല്ലുമ്പേ, ഞാനപ്പോ അതൊരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ ചിലപ്പോ നമ്മൾ ആദ്യം തന്നെ ചിലപ്പോ എൻക്വയറി ഇല്ലായിരുന്നു, നമുക്ക് അറിയാത്ത കാര്യമായതുകൊണ്ട് മാത്രമല്ല നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ചില കൺസേൺസിലൊക്കെ ഫേംസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അറിയില്ല where to go, what to do എന്നൊക്കെ. അപ്പൊ നമ്മള് അതിനുള്ള സ്ഥലമാണ് where to go, what to do, അതിനുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ് എൻക്വയറി. അവിടെ ഉണ്ടാവും ഓഫീസിന്റെ. അവിടെ ചെല്ലും നമുക്ക് അപ്പൊ അവരോട് അതിന് അവിടെ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ അവര് പറയും അയ്യോ അത് ഇതില്ലേ, അപ്പൊ അതുകൊണ്ട് അപ്പുറത്തില്ല കണ്ടോ, അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഓടിക്കുക. പക്ഷെ ഇവിടെ ഓർഗനൈസേഷനകത്തും ഇതേപോലെ തന്നെ ഗ്രീവൻസുകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള ആളുകൾ ആരാണെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചേക്കാം, ആരെയാണ് ഞങ്ങൾ അറിയിക്കേണ്ടത് കൃത്യമായിട്ട്. സോ അങ്ങനെയുള്ള ആളുകളിലേക്ക് അപ്പൊ അവരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. അതല്ലെങ്കിൽ എന്ത് പറ്റും, അവർക്കറിയില്ല നമ്മൾ ആരോട് പറയണം. ഇഫ് വി ഹാവ് സം ഡിസാറ്റിസ്ഫാക്ഷൻ, വേർ ടു ഗോ, അല്ലെങ്കിൽ ഹൗ ക്യാൻ ബി സോൾവ് ഇറ്റ്, അതിനുള്ള ചോദ്യമായിട്ട് പരക്കമാനി നടന്നത് കാര്യമല്ലോ. അപ്പൊ അവരോട് പറഞ്ഞേക്കാം ഏത് സ്ഥലത്താണ് അത് അറിയിക്കേണ്ടത്, അത് ഏത് ഓഫീസേഴ്സിനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എംപ്ലോയീസ് മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ദാറ്റ് ഈസ് സിംപ്ലിസിറ്റി, സിമ്പിൾ സ്റ്റെപ്സ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അവര് കൃത്യമായിട്ട് ഞങ്ങൾ ആ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്, അവിടെ കഴിഞ്ഞു അത് അറിയിച്ചിട്ടുണ്ട്, അതിനെന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവിടെ ഇരിക്കാം. അല്ലെങ്കിൽ എന്താണ്, അവരോട് പറഞ്ഞു ഞങ്ങള്, ഇവരോട് പറഞ്ഞു, അപ്പുറത്ത് പറഞ്ഞു, ഇത്ര നാളായിട്ട് ഒരു പരിഹാരവും ഇല്ല, ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞേക്കണേ. ഇസ് ഇറ്റ് ക്ലിയർ? സിംപ്ലിസിറ്റി പോയിന്റ് മനസ്സിലായോ? ഉദാഹരണമൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് പറയുന്നതാണ്. Then the next one, training. That means to ensure that the effective working of grievance redressal procedure. ഒരു ഓർഗനൈസേഷനിലെ ഗ്രീവൻസ് redressal procedure വളരെ ഇഫക്റ്റീവ് ആയിട്ട് എന്താ പറയാ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ, ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൃത്യത നമുക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ സൂപ്പർവൈസേഴ്സും ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സും ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് പല രീതിയിലും ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ആർക്കാ ട്രെയിനിങ് കൊടുക്കണ്ടേ? സൂപ്പർവൈസേഴ്സിന് ആദ്യം, പിന്നെ ആർക്കാണ്? ട്രേഡ് യൂണിയൻസ്. പക്ഷെ എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ ഹൗ ദേ ബിഹേവ്, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ചില കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കാനും അന്വേഷിക്കാനും ആരുണ്ട്? അവിടുത്തെ സൂപ്പർവൈസർമാരുണ്ട്. സൂപ്പർവൈസേഴ്സ് അത് കൃത്യമായി സൂപ്പർവൈസ് ചെയ്താലാണ് എവിടെയെങ്കിലും ഫോൾട്ട് വരുന്നുണ്ടോ. ചില ഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഇത്തരം ഡിസ്കണ്ടന്റ്മെന്റിലേക്കൊക്കെ നയിക്കുക. സൂപ്പർവൈസേഴ്സിന് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. ആൻഡ് ഓൾസോ ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിന് അതൊക്കെ കൃത്യമായി കൊടുത്താൽ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ട്രെയിനിങ് ആർക്കാണെന്ന് മറക്കണ്ട, അതുകൊണ്ട് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ടു എൻഷുർ effective working of grievance procedure, the supervisors and trade union representatives must be provided proper training for handling grievances. And the last one, ഇനി അടുത്തത് എന്താണ്? എസെൻഷ്യൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അടുത്ത എസെൻഷ്യൽ ആണ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഗ്രീവൻസ് ഒക്കെ പരിഹരിച്ചു, എല്ലാം കഴിഞ്ഞു. പക്ഷേ അറ്റ് എനി പോയിന്റ് പല പല സമയങ്ങളിലായിട്ട് നമ്മൾ അതിനെ ഒരു ഫോളോ അപ്പ് നടത്തണം. അല്ലാതെ അവരുടെ കംപ്ലൈന്റ് ഒക്കെ നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട്, ഇനി ആ വഴിക്ക് നോക്കണ്ട, കുഴപ്പമില്ല, അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ അങ്ങനെ നിസ്സാരമട്ടിൽ അങ്ങനെ മാറ്റുന്നു. കാരണം എപ്പോഴെങ്കിലും ഒരു പൊട്ടലും ചീറ്റിലും ഉണ്ടായ എംപ്ലോയീസ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പൊട്ടലും ചീറ്റിലും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. മനസ്സിലായ? കാരണം വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ കാര്യം ഉണ്ടായി എങ്കിൽ പിന്നീട് അതേ തുടർന്നോ അല്ലെങ്കിൽ പിന്നീടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇതുപോലെയുള്ള ചില തട്ടലുമുട്ടലൊക്കെ ഉണ്ടാകും. അത് സാധ്യതയുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു ഇടം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? After making sure that they are satisfied, satisfied ആളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും എന്ത് ചെയ്തോളണം? From time to time they have to make a follow up to make it more effective. ആ നടത്തിയ നമ്മൾ കൊടുത്ത സൊല്യൂഷൻ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയി പ്രവർത്തിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്താം. എന്ത് ചെയ്യാം? മാനേജ്മെന്റ് എംപ്ലോയീസുമായിട്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് എന്ത് ചെയ്യാം?
ഇടയ്ക്കൊന്ന് നമ്മൾ അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, എല്ലാവരും സാറ്റിസ്ഫൈഡ് അല്ലേ, ഇസ് ദർ എനി പ്രോബ്ലം അഗെയിൻ, എന്തെങ്കിലും ഇനി പ്രശ്നമുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് ഇടയ്ക്ക് പോയിട്ട് ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാം. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? അതാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തുകയും ചെയ്യാം. ലാസ്റ്റ് ഫോളോ അപ്പ് ആണ്. These are the 6 essentials for grievance redressal procedure. Grievance redressal procedure വേണ്ട അത്യാവശ്യം വേണ്ട 6 കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ? ആക്സെപ്റ്റബിലിറ്റി, എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിരിക്കണം. ആർക്കൊക്കെയാണത് എടുത്ത് പറയുന്നത്? മാനേജ്മെന്റ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് വർക്കേഴ്സ്. നെക്സ്റ്റ് വൺ, പ്രോംപ്റ്റ്നെസ്, പെട്ടെന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യണം. എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. മൂന്നാമത്തേത് ലീഗൽ സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞാൽ ലീഗൽ ലൈൻഡ് എന്ന് വെച്ചാൽ ലോഫുള്ളി എപ്പോ എടുക്കുന്ന തീരുമാനങ്ങൾക്കും ഗ്രീവൻസ് റിഡ്രസൽ അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് നിയമാനുസൃതമായി മാത്രം, നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ഓർഗനൈസേഷൻ ഹാവ് സം സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ ചില എന്താ പറയുക സ്റ്റാൻഡിങ് ഓർഡർ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മള് നിലനിൽക്കുന്ന അവിടുത്തെ ചില നിയമങ്ങളാണത്. ആ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡിങ് ഓർഡർക്ക് അനുസൃതമായിട്ട് ഒരു സ്റ്റേറ്റിനെ, നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള ചില ഫേമുകൾ ഓർഗനൈസേഷന് ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങളുണ്ട്. അതിന്റെ ബേസിസിൽ അങ്ങനെയൊക്കെ ഇതെല്ലാം നിയമാനുസൃതമായി മാത്രമാണ് അതിന്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പാടുള്ളൂ. സിമ്പിൾ ആയിരിക്കണം. ഏറ്റവും സിമ്പിൾ സ്റ്റെപ്സിൽ വളരെയധികം പ്രൊസീജിയേഴ്സ് ഇല്ലാണ്ട് ഒരുപാട് നൂലാമാലകൾ ഇല്ലാതെ സിമ്പിൾ സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് ഓരോ ഗ്രീവൻസും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ട്രെയിനിങ്, പിന്നെ ഫോളോ അപ്പ്. 6 എണ്ണമാണ് ഇസെൻഷ്യൽസ്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ആരോ 2, 3, 4 ഏതാണ്ടൊക്കെ ചോദിച്ചു, പറഞ്ഞു ഞാൻ വീട്ടും. ഇത്രയേ ഉള്ളൂ. ഓർത്തിരുന്നാൽ മതി. മനസ്സിലായോ? Now let's see. ഇനി ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ഇല്ലേ? എടുക്കണമെന്നുള്ളൂ. അത് തന്നെ കുറെ പ്രാവശ്യം ഞാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. Now let's see what are the advantages of grievance redressal procedure. ഇനി എന്താണ് grievance redressal procedureന്റെ ഗുണങ്ങൾ? എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും. പ്രശ്നങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാണ്ട് എന്താ പറയാ അവിടെ കിടന്നു അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ പറ്റൂല. ഒരുപാട് പ്രശ്നങ്ങൾ അതനുസരിച്ച് നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഓർഗനൈസേഷനും ഇഫ് they find any grievance among the എംപ്ലോയീസിന്റെ ഇടയിൽ ഏതെങ്കിലും തരത്തില് ഇത്തരം ഡിസ്കണ്ടന്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ it should be redressed or handled promptly and also എന്താ പറയാ with effective, വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ പ്രോംപ്റ്റ് ആയിട്ട് എളുപ്പം നമ്മൾ അതിനെ പരിഹരിക്കാനായിട്ട് നോക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. So they have to take remedial actions as soon as possible. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ, നടപടി പരിഹാര ക്രമങ്ങൾ അനുശാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, it brings out grievance issues in front of the management and also they can take so that they can take remedial actions. എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീവൻസുകളൊക്കെ പെട്ടെന്ന് തന്നെ എവിടെ കൊണ്ടുവരാം? മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ എളുപ്പം തന്നെ റെമഡിയൽ ആക്ഷൻ, പരിഹാര മാർഗം ഉണ്ടാക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാലേ ഇതിന് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അറിയാത്ത കാര്യത്തെ കുറിച്ച് മാനേജ്മെന്റ് എങ്ങനെയാ? എംപ്ലോയീസിന്റെ ഇടയിൽ കുറെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവരത് അവിടെ അവരുടെ തന്നെ മനസ്സിൽ കൊണ്ടെടുക്കണം. അവര് മനസ്സിൽ അങ്ങോട്ട് പറയുന്നു. ആൻഡ് മാനേജ്മെന്റ് ചിലപ്പോൾ എല്ലാ ദിവസവും വന്ന് കാര്യങ്ങൾ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അന്വേഷിക്കാൻ ചിലപ്പോൾ എല്ലാ ഡേ ബൈ ഡേ അവർക്ക് പറ്റുമോ? ഡെയിലി വന്ന് നോക്കാൻ പറ്റുമോ? പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് അവിടെ ഇങ്ങനെ കടന്നുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? ഇല്ല. ഷുഡ് ബി ഇൻഫോംഡ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ എത്രയും പെട്ടെന്ന് അറിയിച്ചാൽ മാത്രമാണ് സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് റെമഡിയൽ ആക്ഷൻസ്, അതിന്റെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. പിന്നെ ടൈംലി ഇന്റർവെൻഷൻ ഓഫ് ദ മാനേജ്മെന്റ് അതിന് കൃത്യമായി ഇടപെടുമ്പോൾ, കൃത്യസമയത്തിന് ഇടപെടുമ്പോൾ ദേ ക്യാൻ പ്രിവെന്റ് മൈനർ ഗ്രീവൻസസ് ഫോർ വിച്ച് ലീഡ്സ് ടു ബിഗ് പ്രൊപ്പോർഷൻസ്. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ ആ മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ്, വളരെ ചെറിയ ലഘുവായ ഇഷ്യൂസ് ആണെങ്കിൽ വലിയ പ്രൊപ്പോർഷനായിട്ട് വലുതാക്കാനായിട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് തന്നെ മാനേജ്മെന്റ് അതിലേക്ക് ഇടപെടുന്നു. ടൈംലി ഇന്റർവെൻഷൻ ആണ്. കൃത്യമായ സമയത്ത് ഇടപെട്ടാൽ എന്ത് ചെയ്യാം? അത് ചെറിയ പ്രശ്നത്തെ വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ തടയാൻ പറ്റും. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ അഡ്വാൻറ്റേജ് മനസ്സിലായോ? മനസ്സിലാവാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഐ തിങ്ക് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ എന്താ പറയാ കുറെയൊക്കെ നമുക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട്
ഇത് ചില കുറെ പേരൊക്കെ ജോലിക്കാരൊക്കെ ആണല്ലോ, അതുകൊണ്ടൊക്കെ നമുക്കത് ക്ലിയർ ആകും. And any doubt ഉണ്ടെങ്കിൽ ചോദിക്കാം. It provides a formalized outlet for the employee psychological release to reduce their dissatisfaction. അപ്പൊ എന്താ, ഗ്രീവൻസുകളൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ എന്താ പറയാ ഒരു മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഭാരമൊക്കെ ഇല്ല, അവർക്ക് അത് റിലീസ് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ മാനസിക ഭാരം എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിൽ ഭാരം എപ്പോഴൊക്കെ വരിക, നമ്മളെ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് തൃപ്തിയില്ല, അല്ലെങ്കിൽ വിഷമം, വേദന, ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മുടെ ഹാർട്ടൊക്കെ അല്ലെങ്കിൽ മനസ്സിലൊക്കെ എന്തോ ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെ തോന്നും അല്ലെ. ആരെങ്കിലുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ അപ്പൊ അത് മുഴുവൻ നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഭാരം പോലെ ഇരിക്കും. അത് തന്നെയാ organization when they are working, if they have any dissatisfaction, it will harden their heart അല്ലെ, അവരുടെ സൈക്കോളജിക്കൽ ആയിട്ട് അവർക്ക് ഒരു വലിയ ഭാരമുള്ളത് പോലെ തോന്നും. പക്ഷെ ഇത് കൃത്യമായിട്ട് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതവരുടെ ആ ഒരു സൈക്കോളജിക്കൽ ആ ഒരു എന്താ പറയുക ഇത് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ അവരുടെ ഇമോഷണൽ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ, അത് ഇമോഷൻസിനെയൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ റിലീവ് ചെയ്യാനൊക്കെ സാധിക്കും. Then also they can find or feel a sense of emotional security in the organization. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരുമ്പോൾ എന്താണെന്നറിയോ, നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, എന്തോ ഒരു ബോണ്ടിങ് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട്. കാരണം എന്താ, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ മാനേജ്മെന്റ് നമുക്കത് കൃത്യമായിട്ട് പരിഹരിച്ചു തന്നു അല്ലെ. അപ്പൊ നമുക്കൊരു വേറെ ഒരു രീതിയിലുള്ള ഒരു ബന്ധം അവിടെ, അല്ലെങ്കിൽ എന്ത് പറ്റും, എങ്ങനെ വന്നാലും എന്താ പറയാ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം പോലെ ഇരിക്കും അല്ലെ. അതായത് ചില സാധനത്തിനോട് ചില സാധനം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ആയിരിക്കും. അതേസമയം എന്താ പറയാ ഓർഗനൈസേഷനിലെ എംപ്ലോയീസും മാനേജ്മെന്റും അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ കൃത്യ ട്രാക്കിലൂടെ പോയി എല്ലാം സോൾവ് ചെയ്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുമ്പോൾ ആ ഒരു മിംഗ്ലിംഗ്, അപ്പൊ ഒരു ഫീൽ ഓഫ് സെക്യൂരിറ്റി, ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. നമ്മുടെ ഫീലിങ്സിനെ അവർ മനസ്സിലാക്കുന്നുണ്ട്, അതിനൊരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ഫീൽ ചെയ്യാനായിട്ടും എന്താ പറയാ നമ്മുടെ ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയർ ഇഫക്റ്റീവ് ആണെങ്കിൽ സാധിക്കും. ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്ക്. തേർഡ് പോയിന്റ്, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? Yes, next one. It facilitates the establishment and maintenance of a conducive working environment, effective working environment. എന്ന് വെച്ചാൽ ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയർ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ അതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഒരു അവിടുത്തെ എന്താ പറയാ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നല്ല രീതിയിലുള്ള ഒരു ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയർ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റിന്റെ എങ്ങനെയായിരിക്കും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ it helps the management to identify the attitude and also the feelings of the employees regarding the organization's policies, procedures, rules, regulations, etc. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലെ പലതരത്തിലുള്ള നിയമങ്ങള്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് എംപ്ലോയീസ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ, അതുപോലെ എംപ്ലോയീസിന്റെ മനോഭാവങ്ങൾ നമ്മളുടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താ പറയാ ചില പോയിന്റുകളിൽ എന്താ പറയാ തൃപ്തി കുറവുണ്ട് എംപ്ലോയീസിന്. അപ്പൊ മാനേജ്മെന്റിന് കണ്ടെത്താൻ പറ്റും ഇത് ഇങ്ങനെയാണ്. അപ്പൊ എംപ്ലോയീസിന്റെ മനോഭാവം, അവര് എന്താണ് ചിന്തിക്കുന്നത് ഓർഗനൈസേഷൻ ഈ കാര്യങ്ങളെ കുറിച്ച്, അവരുടെ ചിന്തയെയും അവരുടെ മനോഭാവത്തെയും അളക്കാനും മാനേജ്മെന്റിന് കഴിയും. മനസ്സിലായോ? കാരണം എന്താ, അപ്പൊ ചില പോളിസീസും റൂൾസും ഒക്കെ അവർക്ക് ആക്സെപ്റ്റബിൾ ആകാത്തത് ഇന്ന കാരണം കൊണ്ടാണ്. അതെന്താണ്, അവർ ഇങ്ങനെയുള്ള ആളുകളാണ്, അവരുടെ മനോഭാവം, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ അറിയാനും മാനേജ്മെന്റിന് സാധിക്കും. അത് ഒരു നല്ല ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയറിന്റെ കാര്യം തന്നെയാണ്. കാരണം they can understand what the employees think about the organization's policies. ഓർഗനൈസേഷന്റെ നിയമങ്ങളെ കുറിച്ച് എംപ്ലോയീസ് എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അവർ അതിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കാലോ. അപ്പൊ നമ്മുടെ എംപ്ലോയീസ് ഇങ്ങനെയുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഇങ്ങനെയുള്ളവരാണ്, ഈ ചിലവർ മാത്രം ഇങ്ങനെയുള്ളവരാണ്. അങ്ങനെ അവര്
ഒരു എന്താ പറയാ പർട്ടിക്കുലർ ആളെ കുറിച്ചൊരു ഐഡിയ കിട്ടും മാനേജ്മെന്റിന്. ഓക്കെ, സോ അതനുസരിച്ച് ദേ ക്യാൻ ഓൾസോ അപ്ഗ്രേഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ മാനേജ്മെന്റിന് എന്ത് ചെയ്യാം, അറിഞ്ഞു കഴിഞ്ഞു എന്റെ എംപ്ലോയീസ് ഇങ്ങനെയാണ്, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഒരു അപ്ഗ്രഡേഷൻ, ഒരു മാറ്റം കൊണ്ടുവരാൻ. ഇതിങ്ങനെ മാറ്റാം നമുക്ക് ഇങ്ങനെ, കാരണം അവർ അതിനോട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിലൊരു അപ്ഗ്രഡേഷൻ നമുക്ക് കൊണ്ടുവരണം, ഒരു റിന്യൂവൽ കൊണ്ടുവരണം. അത് ചെയ്യാൻ പറ്റും മാനേജ്മെന്റിന്. അതൊരു നല്ല ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ പറ്റുന്നതാണ്. Then it also closely monitors arbitrary management actions. മാനേജ്മെന്റിന്റെ ഓരോ ആർബിട്രറി എന്ന് വെച്ചാൽ അവരുടെ വ്യവഹാരം എങ്ങനെ ഒരു കൃത്യമായിട്ട് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് മാനേജ്മെന്റ് ഇതിനോട് പ്രതികരിക്കുന്നത്, മാനേജ്മെന്റിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ പറ്റും. ആൻഡ് ഓൾസോ ആസ് ദ മാനേജർ നോസ് ദാറ്റ് ഹിസ് ആക്ഷൻസ് ക്യാൻ ബി സ്ക്രൂട്ടിനൈസ്ഡ് ആൻഡ് ക്യാൻ ബി ചലഞ്ചഡ്. താൻ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ആക്ഷൻസ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ എന്താ പറയാ എംപ്ലോയീസ് വിലയിരുത്തുന്നു. അതനുസരിച്ച് തങ്ങളുടെ തീരുമാനങ്ങൾ വളരെ കോഷ്യസ് ആയിരിക്കും. മാനേജ്മെന്റ് when they are taking any decisions they will be more cautious because അത് വെച്ച് നമ്മളെ മാനേജ്മെന്റിനെ എംപ്ലോയീസ് അളക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി അലർട്ട് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റ് സഹായിക്കും, ശ്രദ്ധിക്കും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഇഫക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. മനസ്സിലായോ? ഇനി ഞാൻ പറയുന്ന കാര്യം മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫുൾ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണമെന്നില്ല, ഞാൻ പറയുന്ന ഒരു കഷ്ണം. അഡ്വാൻറ്റേജസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ പോയിന്റില് ഗ്രീവൻസ് ഇഷ്യൂസ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ്. ഒന്നാമത്തെ പോയിന്റിൽ അത്രയും മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ്, ഫസ്റ്റ് വൺ. പിന്നെ അടുത്തത് ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ്. പ്രിവെൻസ് മൈനർ ഗ്രീവൻസസ്, അവിടെ വരെ മതി. ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ് പ്രിവെൻസ് മൈനർ ഗ്രീവൻസസ്. ചെറിയ ചെറിയ ഗ്രീവൻസുകളൊക്കെ എളുപ്പം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ മാനേജ്മെന്റ് ടൈംലി ആയിട്ട് കൃത്യസമയത്ത് ഇടപെടുക. പിന്നെ employee psychological release to reduce their dissatisfaction. Employee psychological release. ആ സെന്റൻസിന്റെ മുഴുവൻ വേണ്ട ഡിസാറ്റിസ്ഫാക്ഷൻ വരെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ. എല്ലാ പോയിന്റും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. പിന്നത്തത് ലാസ്റ്റ് പോയിന്റ് മതി. ഇറ്റ് ക്ലോസ്ലി മോണിറ്റേഴ്സ് ആർബിട്രറി മാനേജ്മെന്റ് ആക്ഷൻസ്. ഇറ്റ് ക്ലോസ്ലി മോണിറ്റേഴ്സ് ആർബിട്രറി മാനേജ്മെന്റ് ആക്ഷൻസ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്തല്ലോ? ഓക്കെ, നമ്മളൊരു എത്ര പോയിന്റ് അണ്ടർലൈൻ ചെയ്തത്? 4 പോയിന്റ് ആണ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. 4 പോയിന്റ്. ഒന്ന് ആരെങ്കിലും കിട്ടാത്തവർ, ആർക്കെങ്കിലും കിട്ടാത്ത, അതായത് മാർക്ക് ചെയ്യാൻ അണ്ടർലൈൻ ചെയ്യാൻ പറ്റാത്തവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഗ്രീവൻസുമായിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇറ്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻ ആയിട്ട് 3 അല്ലെങ്കിൽ 4 എന്നും കൂടി പറയാം. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. എംപ്ലോയി ഹെൽത്ത് പറഞ്ഞു, എംപ്ലോയി സേഫ്റ്റി പറഞ്ഞു. ഓക്കെ, അങ്ങനെ മെയിൻ ആയിട്ട് 4 ഹെഡിലായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കിടക്കുന്നത്. അതിന്റെ ഒരു പാർട്ട് തീരാൻ പോണ്. ഈ ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന് ഗുണമുണ്ട്, ഗുണമുള്ളതിനൊക്കെ എന്തെങ്കിലും ദോഷം ഉണ്ടായിരിക്കും. സോ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാർട്ട്, ഒരു ചാപ്റ്ററിനകത്തെ ഒരു എന്താ പറയാ, ഒരു മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ തീർക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ലെറ്റ്സ് ക്യാരി ഓൺ. അതുകൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ. 6 മിനിറ്റ് ബാക്കിയുണ്ട്, 5 പോയിന്റും ഉള്ളൂ. സോ ഐ തിങ്ക് അതുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ, അതിന്റെ ദോഷം എന്തൊക്കെയാണ്? അതായത് ഇറ്റ് ഈസ് എ ലെങ്തി ആൻഡ് കോസ്റ്റ്ലി പ്രൊസീജിയർ. ഈ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്നൊക്കെ വാങ്ങുന്നത് ഇങ്ങനെ പറയും, എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അത് ഇതെന്നൊക്കെ പറയുമെങ്കിലും അതൊരു ലെങ്തി പ്രോസസ്സാണ്. അതെന്ന് വെച്ചാൽ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, സമയം എടുക്കും ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരുമ്പോ. മാത്രമല്ല കുറച്ച് ചെലവ് കൂടിയതാ.
അപ്പൊ ലെങ്തിയുമാണ് കോസ്റ്റ്ലിയുമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. ഒന്നാമത്തെ ദോഷം അതാണ്. രണ്ടാമത്തേത് ലാക്ക് ഓഫ് സ്കിൽ പേഴ്സണൽസ്, അതായത് നല്ല രീതിയിൽ ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു കുറവ്, കഴിവ് കുറവ്, പീപ്പിളിന്റെ സ്കില്ല്. അതായത് ഇതൊക്കെ പരിഹരിക്കുന്നത് മനുഷ്യ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യരൊക്കെയാണ് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ചേരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പീപ്പിൾസിന്റെ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇന്ന് എല്ലാ ഓർഗനൈസേഷനിലും ഈ പറയുന്ന ആളുകളുടെ ഒരു എന്താ പറയാ ഒരു കുറവ് അല്ലെ, സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്നുണ്ട്. പീപ്പിൾ സ്കിൽ ടു ഡീൽ വിത്ത് ഗ്രീവൻസ്, നല്ല രീതിയിലുള്ള ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സ്കിൽഡ് പേഴ്സണൽസിന്റെ കുറവ്, അതും മറ്റൊരു എന്താ പറയാ കോട്ടം അല്ലെങ്കിൽ ദോഷമാണ്. ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ്, ചില സ്ഥലത്ത് എന്താ പറയോ പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് എന്താ പറയാ ഫോളോ ചെയ്യുന്നത്. That means a hostile action from the management against grievant employees. ചില എംപ്ലോയീസിന്റെ നേരെ ഉണ്ടല്ലോ എന്താ പറയാ ചില എന്താ പറയാ ഹോസ്റ്റൈൽ ആക്ഷൻ ആയിരിക്കും എംപ്ലോയീസ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ മാനേജ്മെന്റ് അങ്ങനെ ഒരു ശത്രുതാപനത്തോടുകൂടി എംപ്ലോയീസിനെ കാണും. എന്നാലും നമ്മൾ പറഞ്ഞിട്ട് അവര് അനുസരിക്കുന്നില്ല, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഒരു ഹോസ്റ്റൈൽ ആക്ഷൻ ആയിട്ടായിരിക്കും അതിന്റെ ഒരു റിസൾട്ട് കൊണ്ടുവരാം. ഗ്രീവൻസ് ഒക്കെ പരിഹരിക്കുന്നത് മറ്റൊരു ശത്രുതാ മനോഭാവം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും എന്ന് മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? അതന്നെ കാര്യം മനസ്സിലായല്ലോ. അതായത് പ്രശ്നമൊക്കെ പരിഹരിച്ചു, പക്ഷെ ചില കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടായിരിക്കും ശത്രുതാ മനോഭാവത്തോടു കൂടിയായിരിക്കും പരിഹാരം എടുക്കുക. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. Then final decisions will be withheld by the management. After all, എന്ത് ഡിസിഷൻ എടുത്താലും അവസാനം ഇതിന്റെ എല്ലാം അന്തിമ തീരുമാനം എടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? മാനേജ്മെന്റ് ആണോ തീരുമാനം കൊടുക്കണേ? സോ വീണ്ടും അത് മേക്ക് ഫ്രസ്ട്രേഷൻ എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ മനസ്സിൽ എന്താ പറയാ ഒരു ഇതാണ്, പുകച്ചിൽ അവിടെ കിടക്കും. കാരണം തീരുമാനം എടുത്തത് മാനേജ്മെന്റ് അല്ലേ. ഇതിനോട് തന്നെ നിങ്ങൾ തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തോന്നല്ലോ പറയോ, അല്ലല്ലേ? അപ്പൊ അതിനൊരു തീരുമാനം അന്തിമമായി കൊടുക്കുന്നത് മാനേജ്മെന്റ് തന്നെ ആയതുകൊണ്ട് തന്നെ അതൊരു ഫ്രസ്ട്രേഷൻ ആയിട്ട് അവരുടെ മനസ്സിൽ അത് അവിടെ കിടന്നു നിർക്കൊണ്ടേയിരിക്കും. Then the members in the union or in the group of employees may not react promptly. എപ്പോഴെങ്കിലും ഇതുപോലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടാവുകയും പെട്ടെന്ന് അവരത് ആ മാനേജ്മെന്റിനെയോ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കില്ല. അവിടെ ഇരിക്കും അതും പിടിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും നോക്കട്ടെ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ നോക്കട്ടെ എന്നും പറഞ്ഞ് യൂണിയനിലെ ആൾക്കാർ പോയി പറയട്ടെ, നമ്മൾ എന്തിനാ പറയുന്നത്, അങ്ങനെ ഒരു മൈൻഡിലിരിക്കും. അപ്പൊ അത് കൃത്യമായി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ദോഷവശങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞ ലെങ്തി ആൻഡ് കോസ്റ്റ്ലി ആണ്. ലാക്ക് ഓഫ് സ്കിൽഡ് പീപ്പിൾ, ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽഡ് പീപ്പിൾ ഇല്ലാത്തതിന്റെ കുറവ്. ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ അഡോപ്റ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ, പല രീതിയിലാണ് ഓരോ ഓർഗനൈസേഷനും അത് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹോസ്റ്റൈൽ ആക്ഷൻസ് ഒക്കെ എംപ്ലോയീസിന്റെ നേരെ എടുക്കും, അത് അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. പിന്നെ എന്താ പറയാ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് മാനേജ്മെന്റ്, അതും അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ സാധ്യതയുണ്ട്. മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല, പ്രോംപ്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ക്ലിയർ ആയോ, മനസ്സിലായോ പറഞ്ഞതൊക്കെ? സോ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നുള്ളൂ. എംപ്ലോയി ഡിസിപ്ലിൻ ഈസ് ദ നെക്സ്റ്റ് ഹെഡ് ആണ്. അണ്ടർലൈൻ ചെയ്യുന്നതൊന്ന് പറഞ്ഞു കൊടുക്കണേ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഇനി അടുത്ത ഹെഡാണ് എംപ്ലോയി ഡിസിപ്ലിൻ. ഇതിന്റെ ഒരു സെക്കൻഡ് ഒരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്തത് ഗ്രീവൻസ് റിഡ്രസൽ മെത്തേഡുകളാണ്. അതിന്റെ മെത്തേഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ബാക്കിയുള്ള മെത്തേഡും ഇന്ന് പഠിച്ചു. അതുപോലെ തന്നെ എസെൻഷ്യൽസ്, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ, അക്സെപ്റ്റബിലിറ്റി, പ്രോംപ്റ്റ്നെസ്, ലീഗൽ സാൻസിറ്റി, സിംപ്ലിസിറ്റി, ട്രെയിനിങ് ആൻഡ് ഫോളോ അപ്പ്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എല്ലാം ഒന്ന് വായിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി വരുന്ന എല്ലാ ടോപ്പിക്കും ഓക്കെ അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. ഡിസിപ്ലിൻ അല്ലേ, അച്ചടക്കം അല്ലേ, നമ്മളെല്ലാവരും അച്ചടക്കമുള്ളവരായതുകൊണ്ട് അതൊക്കെ എളുപ്പം നമുക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, സോ സീ യു, ബൈ. ഒന്ന് പറഞ്ഞു കൊടുക്കണേ അണ്ടർലൈൻ ചെയ്യേണ്ടത്. Okay, thank you. Bye.